ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യദാസ് റൂം തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ഒന്നുകൂടി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. സത്യദാസ് ലോക്ക് ഇങ്ങനെ ആക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് നമ്മുടെ വരുൺ റൂമിൽ നിന്ന് പറയുന്നുണ്ട്, ഏട്ടൻ റൂം അടച്ച് പോവാൻ വേണ്ടിട്ട് നോക്കുകയാണെന്ന് തോന്നുന്നു. ഇത് തന്നെ അവസരം, സ്വർണ്ണം എടുത്തേക്ക എന്ന് പറഞ്ഞു പോവാണേ. സത്യദാസ് ആണെങ്കിൽ റൂമിൽ പെട്ടു എന്നുള്ള കാര്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ആ പുറത്തേക്കുള്ള ഡോറ് കാണാണ്. അങ്ങനെ അതിലൂടെ രക്ഷപ്പെടാണേ. ആ സമയത്ത് തന്നെ നമ്മുടെ വരുണും ഗോവിന്ദിന്റെ റൂമിൽ എത്താണ്. വരുണ് റൂമിൽ എത്തുമ്പോഴേക്കും ഗോവിന്ദും ഗീതുവും രേഖയും എല്ലാം കൂടി മേലോട്ട് കയറി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് രഞ്ജു ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാരും കൂടി എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് ഷ് എന്ന് പറയാണ്. അപ്പോൾ രഞ്ജുവിനോട് പ്രിയ പറയുന്നുണ്ട്, ഏട്ടന്റെ റൂമിൽ കള്ളൻ കയറി, അതിനെ പിടിക്കാനുള്ള വരവാ എന്ന് പറഞ്ഞ് ഗോവിന്ദ് അങ്ങ് പോണ സമയത്ത് രേഖ പറയും, ഗോവിന്ദേട്ടാ, എന്തെങ്കിലും മാരകായുധങ്ങൾ അവരുടെ കയ്യിൽ കാണും, സൂക്ഷിക്കണേ. അതേ സമയത്ത് നമ്മുടെ വരുണാണെങ്കിൽ ആ ആമാടപ്പെട്ടി എടുത്ത് സന്തോഷിച്ച് നിൽക്കാണ്. അപ്പോ അപ്പുറത്ത് ഒളിച്ചു നിന്ന സത്യദാസ് വരുണിനെ കാണുന്നുണ്ട്. ഇത് കാണുന്ന സത്യദാസ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഈ സ്വർണത്തിന് വേണ്ടി നീ കൊതിച്ചിരുന്നോ മോനെ? അങ്ങനെയാണെങ്കിൽ ഈ അച്ഛൻ നിനക്ക് എല്ലാം വിട്ടു തന്നേനല്ലോ. ഇനിയിപ്പോ കിട്ടിയ സ്വർണത്തിൽ നിന്ന് ഒരു മോതിരം നിനക്ക് തന്നേക്കാം. വാതിലാരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന കാര്യം ഇവൻ അറിയില്ലെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞു നിൽക്കാണ് സത്യദാസ്. ആ സമയത്താണെങ്കിൽ കാഞ്ചന ഒരു വടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. വടിയല്ല, ഒലക്കയായിട്ടാണ് വരുന്നത്. രഞ്ജു പാപ്പ, ഗീതു പാപ്പ എന്നൊക്കെ വിളിച്ച് ഒലക്കയുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഗീതുവിന്റെ അടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒലക്ക. താങ്ക്സ് കാഞ്ചനക്ക എന്ന് ഗീതു പറയുമ്പോ, ഇന്റെ വീട്ടിൽ കയറാൻ ധൈര്യം കാണിച്ച ആ കള്ളന്റെ തല അടിച്ച് പൊട്ടിക്കണം എന്ന് പറയാട്ടോ കാഞ്ചന. കണ്ണേട്ടൻ വാതിൽ തുറക്കുന്നതും ഈ ഒലക്ക കൊണ്ട് കള്ളന്റെ തലയടിച്ച് പൊട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാട്ടോ ഗീതു. ഇത് കേൾക്കുന്ന രാധിക പറയുന്നുണ്ട്, മരം കയറി ഗീതുവിന്റെ ഉന്നം ഒരിക്കലും തെറ്റില്ല, പാവം ഭാസ്കരേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് രാധിക കയറി വരികയാണേ. ആ സമയം ഗോവിന്ദിന്റെ കൂടെ എല്ലാ പെണ്ണുങ്ങളും കൂടി ഗോവിന്ദന്റെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് ഗോവിന്ദ് ചാവിയിട്ട് വാതിൽ തുറക്കാൻ വേണ്ടിട്ട് പോകുന്ന നേരത്ത് വരുണ് അലമാരി ചാവിയിട്ട് അടയ്ക്കാണ്. എന്നിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. വരുണ വാതിലിന്റെ അവിടെ എത്തുമ്പോഴേക്കും ഗോവിന്ദ് തുറന്നതും നമ്മുടെ ഗീതു ഒലക്ക കൊണ്ട് ഒറ്റ അടി കൊടുക്കാണ് കേട്ടോ വരുണ്. അയ്യോ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് വരുണെങ്കിലും പെട്ടെന്നായിരുന്നു ആ അടി. ഇതേ സമയം നമ്മുടെ രാധയാണെങ്കിൽ, അയ്യോ എനിക്ക് ഭാസ്കരേട്ടന്റെ കരച്ചിൽ കേൾക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അതേസമയം ഒളിച്ചിരുന്ന സത്യനാഥ് പറയുന്നുണ്ട്, പാവം വരുൺ, എങ്ങനെങ്കിലും അവനെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം നമ്മുടെ രേഖയാണെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ വരുണിനോട് പറയുന്നത്, ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒരു ദുഷ്ടത്തരം ചെയ്യുമെന്ന് ഞങ്ങൾ ആരും ഓർത്തില്ല. ഞാൻ ഇവനെ ഇതിനും കൂടുതലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനത്തെ പ്രവൃത്തികളാണല്ലോ ഇവന്റെ കയ്യിലുള്ളത് എന്ന് പറയുമ്പോഴേക്കും രാധിക കൂടി അങ്ങോട്ടേക്ക് വരികയാണേ. ഹലോ, ഒന്ന് വഴി തരൂ, ഞാനും കൂടി ആ കള്ളനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് രാധികയുടെ വരവ്. രാധിക വരുണിനെ കണ്ടതും, നീ എന്താ ഇവിടെ? ഇത് കേൾക്കുന്ന ഗോവിന്ദ് കയ്യിലുണ്ടായിരുന്ന ആമാടെ പെട്ടി തെറിച്ച് വീണ് കിടക്കുന്നത് കണ്ടിട്ടും രാധിക അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കാട്ടോ. അത് പറയുന്നത് കേട്ടതും കാഞ്ചന ഓടിപ്പോയി ആ ആമാടപ്പെട്ടി ഇങ്ങെടുക്കാണ്. എന്നിട്ട് തുറന്നു നോക്കുമ്പോ, മാമ ഇതില് ഗോൾഡ് ഇല്ല എന്ന് പറയണേ. അപ്പോഴാണ് വരുണും അതില് സ്വർണ്ണം ഒന്നും ഇല്ലാത്തത് അറിയുന്നത്. അപ്പോഴേക്കും ഗീതു പോയിട്ട് ആ ആമാടപ്പെട്ടി മേടിച്ചിട്ട് വരുണിനെ കൊണ്ടുപോയി കാണിക്കാട്ടോ. ഇതിലുള്ള സ്വർണ്ണം ഇവിടെ പോയി? ആ എനിക്കറിയില്ല എന്ന് പറയുമ്പോഴേക്കും സത്യദാസ് അവിടെ നിന്ന് പമ്മി മാറിയിരിക്കുന്നുണ്ട്. രാധികയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. രാധിക ഇങ്ങനെ നോക്കുന്നുണ്ട് വേറെ എവിടെയെങ്കിലും സത്യദാസ് ഇരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോ ഗോവിന്ദ് പറയും, ഈ റൂമിൽ നീ അല്ലാതെ വേറെ ആരും കയറിയിട്ടില്ലല്ലോ, ഇതിലുണ്ടായിരുന്ന സ്വർണ്ണം ഇവിടെ. എന്നിട്ട് വരുണിനെ രക്ഷപ്പെടുത്താനായിട്ട് രാധിക പറയും, ആരോ റൂമിൽ കയറുന്നത് കണ്ടിട്ട് തന്നെയാ ഞാൻ റൂം പൂട്ടിയത്. അവനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുണും ഇതിനുള്ളിൽ കയറിയത്. അല്ലമ്മേ, അമ്മ എന്ത് വർത്താനായി? അമ്മ വാതിൽ പൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വരുണേട്ടന് അകത്ത് കിടക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ ആകെ പറഞ്ഞാണ് കേട്ടോ നമ്മുടെ രാധിക. അതെ അതെ, ഞാൻ ആരോ കയറുന്നത് കണ്ടിട്ട് തന്നെയാ വന്നത്. ഞാൻ കയറിയെന്ന് അറിയാതെ ആയിരിക്കും അമ്മ ഡോറ് പൂട്ടിയിട്ടുണ്ടാവുക എന്ന് പറയാട്ടോ വരുൺ. അപ്പൊ എണീറ്റ് പോയി വരുണ് പറയുന്നുണ്ട്, ഞാനും ആ കള്ളനും ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. ദേ ആ ബാൽക്കണി വഴിയാ കള്ളൻ താഴോട്ട് ചാടിയത് എന്ന് പറയുമ്പോഴേക്കും സത്യദാസ് അവിടെ ഇരുന്നോടത്തുനിന്ന് മാറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സത്യദാസ് ആണെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മരത്തെ കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് വരുണ് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളൊക്കെ കൂടി എന്നെ കള്ളനാക്കിയല്ലോ
എങ്കിൽ ഈ കള്ളൻ ഈ കോമ്പൗണ്ട് വിട്ട് പോവാൻ ഒരു സാധ്യതയില്ല, നമുക്കങ്ങ് ഗേറ്റ് ലോക്ക് ചെയ്യാം ഏട്ടാ എന്ന് പറയാട്ടോ പ്രിയ. അപ്പോഴേക്കും സത്യദാസ് ആണെങ്കിൽ ആ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി അയ്യോ കള്ളൻ കള്ളൻ, ആരെങ്കിലും ഓടി വരണേ, കള്ളൻ കള്ളൻ എന്നിങ്ങനെ വിളിച്ചു കൂവാണേ. അപ്പോഴേക്കും എല്ലാരും കൂടി താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ആദ്യം പോകുന്നത് ഷിബു ആയിരിക്കും. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അയാളെ പിടിച്ച് കള്ളൻ കള്ളൻ എന്നിങ്ങനെ പറയാണേ സത്യദാസ്. അയ്യോ ഞാൻ കള്ളനല്ല, ഷിബു ആണ്, ഷിബു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദും എല്ലാരും വരുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കുമ്പോ അയ്യോ മോനെ ഞാൻ കാറ്റും കൊണ്ട് നിൽക്കായിരുന്നു, അപ്പൊ എന്തോ ഒന്ന് മുകളിൽ നിന്ന് വീഴുന്ന ശബ്ദം കേട്ടു. 2 കള്ളന്മാർ എന്റെ മുൻപിലേക്ക്, ഈ സഞ്ചി അവരുടെ കയ്യിലായിരുന്നോ ഉണ്ടായിരുന്നത്, ഇതിലെന്താന്നറിയില്ല, കാഴ്ചയുള്ള ആരെങ്കിലും ഒന്ന് തുറന്നു നോക്കിയാൽ അറിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഗീതു അത് വാങ്ങിയിട്ട് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്ന ഗോൾഡ് കാണാണ്. അങ്കിളിന്റെ ഭാഗ്യം കൊണ്ട് അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഇല്ലാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ വല്ല ഒലക്കയും കൊണ്ട് അയ്യോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വരുൺ. അപ്പൊ ഗീതു ചോദിക്കുന്നുണ്ട്, അപ്പൊ അങ്കിളും വരുണേട്ടന് മാത്രമാണോ കള്ളന്മാരെ കണ്ടിട്ടുള്ളത്? ഇത് കേൾക്കുന്ന വരുൺ പറയും, ഞാനൊരു പ്രതിയെ മാത്രമേ കണ്ടുള്ളൂ, സത്യദാസ് അങ്കിൾ 2 പ്രതികളെ കണ്ടില്ലേ? കഷ്ടകാലത്തിന് 1-ാം പ്രതി ഭാസ്കരേട്ടനും 2-ാം പ്രതി വരുണും ആയതുകൊണ്ട് ഇതൊന്നും ആരോടും പറയാൻ പറ്റില്ലല്ലോ എന്റെ ദൈവമേ എന്ന് പറയുന്നുണ്ട് രാധിക. അപ്പൊ പ്രിയ വന്ന് പറയും, ഒരാൾ മുകളിലും ഒരാൾ താഴെയും നിന്ന് കാണും, എന്നിട്ട് ബാൽക്കണി വഴിയായിരിക്കും അവര് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ രേഖ വന്ന് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഗീതു നീ അപ്പൊ ബാൽക്കണിയുടെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെ അടച്ചിട്ടുണ്ടായിരുന്നില്ല, ആ സമയത്താണ് അവർണിക വന്നെന്ന് പറഞ്ഞ് കാഞ്ചനക്ക എന്നെ വിളിച്ചിട്ട് പോയത് എന്ന് പറയാട്ടോ.